പൊറ്റമ്മൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ രണ്ടാഴ്ചയായി നടന്നുവരുന്ന ജനകീയ ഫുട്ബോൾ ടൂർണമെന്റിന്റെ കലാശ പോരാട്ടം ബുധനാഴ്ച നടക്കും. രാത്രി 8:30 നടക്കുന്ന ഫൈനലിൽ റഷീദ FC എടവണ്ണപ്പാറയും ഫൈറ്റേഴ്സ് കൊടിയത്തൂരും തമ്മിൽ ഏറ്റുമുട്ടും. ഒനിക്സ് മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ്സ് നൽകുന്ന 25,000 രൂപ വിന്നേഴ്സ് പ്രൈസ് മണിക്കും കെൻസ കാറ്ററിംഗ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ഗാലക്സി ഹോം നൽകുന്ന 15,000 രൂപ റണ്ണേഴ്സ് പ്രൈസ് മണിക്കും കണിയാത്ത് ട്രേഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ റണ്ണേഴ്സ് ട്രോഫിക്കുമായി പൊറ്റമ്മൽ ജനകീയ കമ്മിറ്റി സംഘടിപ്പിച്ച ഒന്നാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ കലാശ പോരാട്ടമാണ് ബുധനാഴ്ച നടക്കുന്നത്. പൊറ്റമ്മൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ റഷീദ FC എടവണ്ണപ്പാറ ഫൈറ്റേഴ്സ് കൊടിയത്തൂരുമായി ഏറ്റുമുട്ടും. ആവേശകരമായ ഒന്നാം സെമി ഫൈനൽ മത്സരത്തിൽ അല്ലൈൻ FC താത്തൂരിനെ ടൈബ്രേക്കറിൽ പരാജയപ്പെടുത്തിയാണ് ഫൈറ്റേഴ്സ് കൊടിയത്തൂർ കലാശക്കളിക്ക് യോഗ്യത നേടിയത്. രണ്ടാം സെമി ഫൈനലിൽ മികച്ച പോരാട്ടം കാഴ്ചവെച്ച ടൗൺ ടീം മുരിങ്ങമ്പുറായിയെ 1-2 ഗോളുകൾക്കാണ് റഷീദ FC എടവണ്ണപ്പാറ പരാജയപ്പെടുത്തിയത്. ഫ്ലഡ് ലൈറ്റിന് കീഴിൽ തീർത്തും സൗജന്യമായി കളി കാണാൻ അവസരമൊരുക്കുന്നു എന്നതാണ് ടൂർണമെൻറ്റിൻ്റെ പ്രത്യേകത. 500ഓളം പേർക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യവും ഗ്രൗണ്ടിലുണ്ട്. വിജയികൾക്ക് പുറമെ മികച്ച കളിക്കാരനുൾപ്പെടെ മറ്റ് ഒട്ടനവധി സമ്മാനങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. അഖില കേരള സെവൻസിന് മുന്നോടിയായി നടന്ന അണ്ടർ-21 ടൂർണമെൻറ്റിൽ ചാലഞ്ചേഴ്സ് ചെറുവാടിയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അരുണോദയം കുനിയിലും ജേതാക്കളായി. ന്യൂസ് ബ്യൂറോ, മുക്കം.